കൊല്ലത്ത് മരവും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണുള്ള അപകടത്തിൽ നിന്നും CR മഹേഷ് MLA വാഹനം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് MLA വാഹനത്തിന് മുന്നിലും പിന്നിലുമായി മരവും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലായിരുന്നു ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു അപകടം? കൊല്ലത്തെ മഴയുടെ സ്ഥിതി എന്താണ്? ഗൗതം, ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് MLA ഇത്തരത്തിൽ ഈ കരുനാഗപ്പള്ളി മഴയുള്ള സമയമായിരുന്നു. കരുനാഗപ്പള്ളിയിലൂടെ സഞ്ചരിച്ചത് ഒരു കുടുംബയോഗത്തിൽ പങ്കെടുത്ത ശേഷം വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ ശക്തമായ കാറ്റ് വീശിയിരുന്നു. ഈ കാറ്റിലാണ് ഈ പോസ്റ്റ് ഒടിഞ്ഞ് വാഹനത്തിന് മുന്നിലേക്ക് വീണത്. തുടർന്ന് വാഹനത്തിന്റെ പിൻവശത്തും പോസ്റ്റുകൾ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. മരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീണതോടുകൂടി ഇരു സൈഡുകളിലുള്ള പോസ്റ്റുകൾ ഒടിഞ്ഞ് റോഡുകളിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും MLAക്ക് പരിക്കുകളൊന്നും പറ്റില്ല, വാഹനത്തിനും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും മഴയുടെ ഒരു സാഹചര്യം ഇടവിട്ടുള്ള മഴയാണ് ഇപ്പോൾ കൊല്ലം നഗരത്തിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും എല്ലാം ഉള്ളത്. ഇടവിട്ട് പെയ്യുന്ന മഴയായാൽ പോലും ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴയാണ് ഉണ്ടാകുന്നത്. എന്തായാലും കൊട്ടാരക്കര താലൂക്കിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. 7 വീടുകളോളം എന്താണ്ട് തകർന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. പാലദ്വീപ് വെള്ളച്ചാട്ടം ഇതിനു മുമ്പ് തന്നെ അടച്ചിട്ടുണ്ട്. എന്തായാലും കുറ്റാലമടക്കമുള്ള മേഖലകളിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും തീരമേഖലയടക്കം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിരിക്കുകയാണ് എന്നുള്ളൊരു അറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഇടവിട്ടുള്ള മഴ മാത്രമാണ് കൊല്ലം നഗരത്തിലുള്ളത്. ഗൗതം, ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്നും എന്തായാലും MLA പരിക്കുകൾ കൂടാതെ അപകടത്തെ അതിജീവിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശ്വാസകരമായ വാർത്ത.